ഇബ്ലീസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആരാണ് അവൻ എന്ന് ആരും ചോദിക്കൂല. എല്ലാവർക്കും അറിയാം, എല്ലാ കുഞ്ഞിനും അറിയാം. അവനെ ചേർത്ത് തന്നെയാണ് ശൈത്താനെ പറയുന്നത്. എന്നാൽ അവന്റെ രൂപങ്ങള്, അവന്റെ ഭാവങ്ങള്, അവന്റെ അവസ്ഥ ഒക്കെ നിങ്ങൾക്കറിയാമോ? നമ്മൾക്കെല്ലാവർക്കും, നമ്മളിൽ പലരും പലതുമാവും. ചിലപ്പോൾ നമ്മൾ മുതലാളിയാവും, ചിലപ്പോൾ നമ്മൾ തൊഴിലാളിയാവും, പണ്ഡിതനാവും, പാമരനാവും, ആബിദാവും. വളരെ ഇബാദത്ത് എടുക്കുന്നവൻ ആബിദ്. ഒരാൾ പണ്ഡിതനായി എന്ന് വെച്ച് ആബിദായി കൊള്ളുന്നില്ല കേട്ടോ. ആബിദ് ആവണമെങ്കിൽ ഇബാദത്ത് എടുക്കണം. അള്ളാഹുവിനിക്ക് ദിക്റും സുജൂദും ചെയ്യുന്നവൻ ആണ് ആബിദ്. അതേ സ്ഥാനത്ത് പണ്ഡിതനാവാം. പണ്ഡിതൻ പലരുമാവും. യുക്തിവാദികളിൽ പണ്ഡിതന്മാരില്ലേ? ഉണ്ട്. അപ്പൊ പണ്ഡിതനായിട്ട് കാര്യമില്ല, ഏതുമാവാം. പക്ഷേ ഇബ്ലീസിനെ പറ്റിയ ഏറ്റവും വലിയ തെറ്റതാണ്, എൻ്റെ അവസാനം എങ്ങനെയായിരിക്കും അള്ളാഹുവെ എന്ന് അവൻ അള്ളാഹുവിനോട് അവരാതിപ്പെട്ടില്ല. അവൻ അങ്ങനെ ചിന്തിച്ചില്ല. അവൻ അഹങ്കരിച്ചു. അവൻ ഉദ്ദേശിച്ചു, ഞാൻ വലിയ അറിവുള്ളവനും പാണ്ഡിത്യമുള്ളവനും മലക്കുകളുടെ ഉസ്താദുമൊക്കെയാണ്, എനിക്ക് സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവേണ്ടി വരില്ല, എനിക്ക് സ്വർഗം ഉറച്ചതാണ് എന്നാണ് അവൻ ഉദ്ദേശിച്ചത്. പക്ഷെ അള്ളാഹുവിന്റെ വിധിയെ നമ്മൾ ഭയപ്പെടണം കേട്ടോ. അള്ളാഹുവിന്റെ വിധിയെ നമ്മൾ ഭയപ്പെടണം. നമ്മൾ ചിലപ്പം നല്ല ഇബാദത്ത് എടുക്കുന്ന ആളാണെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവെ എൻ്റെ അവസാനം നീ നന്നാക്കണമേ, എൻ്റെ അവസാനം നീ വഴി തെറ്റിക്കരുത്, ഈമാനുള്ളവനാക്കി എന്നെ മരിപ്പിക്കണമേ എന്നൊക്കെയുള്ള ചിന്ത എപ്പോഴും നമുക്ക് വേണട്ടോ. യൂസുഫ് നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിച്ചത് അതുകൊണ്ടാണ്, അള്ളാഹു എന്നെ മുസ്ലിമായിട്ട് മരിപ്പിക്കണമെന്ന്. ആരാണ്? ഒരു നബിയാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇബ്ലീസ് ഒരു വ്യത്യസ്തമായവനാവാൻ കാരണം. ഈ ഇബ്ലീസിന്റെ രൂപം എങ്ങനെയെന്ന് അറിയണ്ടേ? അവന്റെ മുഖം കുരങ്ങിന്റെ മുഖവും കാളയുടെ ചുണ്ടുമാണ് അവനിക്കുള്ളത്. ഒട്ടകത്തിന്റെ തലയും ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെയുള്ള നെഞ്ചും അവനിക്കുണ്ട്. മുഖത്തിന്റെ നീളത്തിൽ കീറപ്പെട്ട കണ്ണുണ്ട് അവനിക്ക്. അവിടെയാണ് ജിന്നുകളുടെ കണ്ണൊക്കെ അങ്ങനെ തന്നെയാണ്. ജിന്നുകളുടെ കണ്ണ് കീറപ്പെട്ട നിലയില, ഒരു കീറിക്കണ നീളമുള്ള ഒരു കണ്ണ്. നമ്മളുടെ കണ്ണിന്റെ വാൽഭാഗട്ടോ, വാൽഭാഗത്താണ് കീറപ്പെട്ടതെന്ന് പറയുന്നത്. എല്ലാവരുടെ കണ്ണും കീറിയത് തന്നെയാണ്, പക്ഷെ വാൽഭാഗം നീണ്ടിട്ടുള്ള രൂപം ജിന്നുകൾക്കുള്ളതാ. പന്നിയുടെ തേറ്റ പോലെയാണ് അവന്റെ പല്ലുള്ളത്. പിന്നെ അതുപോലെ മൂക്ക് കുതിരയുടെ മൂക്കാണ്. കുതിരയുടെ മൂക്ക്, കുതിരയുടെ രോമം പോലെയുള്ള താടിയാണ് അവന്റെ താടി. ഇങ്ങനെ ചെറിയ രോമം മാത്രം. അതുപോലെ കോങ്കണ്ണനാണ് അവൻ, കണ്ണ് കോങ്കണ്ണായിട്ടാണ്. വയസ്സന്റെ ഒരു പ്രായമായവന്റെ രൂപത്തിലാണ് അവനെ മറിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അവൻ ആദ്യം അങ്ങനെ ഒന്നും അല്ലായിരുന്നു. നല്ല രൂപത്തിൽ സ്വർഗത്തിലേക്ക് ചേർന്ന രൂപത്തിലായിരുന്നു അവന്റെ രൂപം. നമ്മളൊക്കെ ഇപ്പോ എത്ര സുന്ദരിയായാലും ഒരു പെൺകുട്ടി, ഇപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിൽ നമ്മുടെ പെൺകുട്ടികൾ ഈ ചുണ്ടൊക്കെ ചോപ്പിച്ചൊക്കെ നടക്കുന്ന, മുഖത്തൊക്കെ ക്രീമൊക്കെ തേച്ച് നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഭയങ്കര വിഡിത്താണ്. അവർക്കറിയില്ല. എന്നാൽ ശരിക്ക് ഒരാൾ ഇഷ്ടപ്പെടുന്നത് തനിമയാണ്, തനിമയായ രൂപമാണ്. എന്ന് വെച്ചാൽ ഒന്നും തേക്കാതെ നല്ല കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ്ത് ഫ്രഷായി നടക്കുന്ന, സന്തോഷത്തിൽ നടക്കുന്നത്. ഇതല്ല. ഇതിങ്ങനെ ചുണ്ടുമലൊക്കെ അതും തേച്ച് ഇതും തേച്ച്, ഇതൊക്കെ വാർദ്ധക്യം വരുമ്പോൾ അതുവരേക്കും നമ്മുടെ സ്കിന്ന് നിലനിൽക്കൂല. അപ്പോഴത്തേക്കും നമ്മുടെ സ്കിന്ന് നഷ്ടപ്പെട്ടു പോകും. സ്കിന്നിന്റെ ആ തനിമയൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ പെട്ടെന്ന് വാർദ്ധക്യ രൂപത്തിലേക്ക് മാറും. എന്നാൽ സത്യത്തില് നമുക്ക് വാർദ്ധക്യകാലത്താണ് ആരോഗ്യവും സൗന്ദര്യവും ഒക്കെ വേണ്ടത്. കാരണം നല്ല ഓജസ്സിൽ ജീവിക്കാൻ, അല്ലെങ്കിൽ നമ്മളെ രോഗം വന്ന് പിടിപെടും, അതുപോലെ മറ്റുള്ളവർ നമ്മൾ വെറുക്കപ്പെടും, അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയുണ്ട്. അതൊന്നും ചിന്തിക്കാതെയാണ് ഇന്നത്തെ ആളുകളുടെ നടത്തട്ടോ. എന്നാൽ ഇവനക്ക് ആദ്യം നല്ല രൂപം തന്നെയായിരുന്നു. ഇവന്റെ രൂപം പച്ച ഗോമേതകത്താൽ ഒരു 2 ചിറകുള്ള ഭംഗിയായ രൂപത്തിലാണ് അവനെ സൃഷ്ടിക്കപ്പെട്ടത്. തീയിൽ നിന്നാണ് അവനെ സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ട ആദമിന് സുജൂദ് ചെയ്യുകയില്ല എന്ന ആ അഹംഭാവമുണ്ടല്ലോ, അത് നടിച്ചത് നിമിത്തം അള്ളാഹു തആല അവന്റെ കോലം മറിച്ചു. സ്വർഗത്തിൽ നിന്ന് അവനെ പുറത്താക്കപ്പെട്ടു. 1-ാം ആകാശത്തിൽ ആബിദ് എന്നും, 2-ാം ആകാശത്തിൽ ഷാഹിദ് എന്നും, 3-ാം ആകാശത്തിൽ ആരിഫ് എന്നും, 4-ാം ആകാശത്തിൽ ഖലീ എന്നും, 5-ാം ആകാശത്തിൽ തഖീ എന്നും, 6-ൽ കാസിൽ എന്നും, 7-ാം ആകാശത്തിൽ അസാസിൽ എന്നും അവനിക്ക് പേരുണ്ടെങ്കിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തൊട്ട് ആശമുറിഞ്ഞവൻ എന്ന് പറയുന്ന അർത്ഥമുള്ള ഇബ്ലീസ് എന്ന പേര് അവനിക്ക് പിന്നീട് നൽകപ്പെട്ടു. ലൗഹൽ മഹ്ഫൂദില് ഇബ്ലീസ് എന്നാണ് അവന്റെ നാമം രേഖപ്പെടുത്തി. 40,000 കൊല്ലം സ്വർഗത്തെ കാത്തവനാണ് അവൻ. 60,000 കൊല്ലം മലക്കുകളുടെ നേതാവായിരുന്നു അവൻ.
10,000 കൊല്ലം അർഷിനെ തവാഫ് ചെയ്തവനാണ് അവൻ അവന്റെ അവസാനത്തെ പറ്റി അശ്രദ്ധനായി എന്ന് പറഞ്ഞില്ലേ? അള്ളാഹുവിനെ കൂടി മത്സരിച്ചു അവൻ. ആ മത്സരത്തെ പ്രത്യക്ഷപ്പെടുത്തുവാനും അവനെ ഭയപ്പെടുത്തുവാനും വേണ്ടിയാണ് അള്ളാഹു താല ആദമിന് സുജൂദ് ചെയ്യാൻ കഴിയും. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ആദമിന് തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഞാൻ സുജൂദ് ചെയ്യുകയോ? അത് ഞാൻ ചെയ്യില്ല, അവനേക്കാൾ മേലെ ഞാനാണ് എന്ന് പറഞ്ഞവൻ അഹംഭാവം നടിച്ചു. അത് അള്ളാഹു താല തീരെ ഇഷ്ടപ്പെട്ടില്ല. നമുക്കൊക്കെ മനസ്സിൽ എന്ത് തോന്നുന്നു അതൊക്കെ അള്ളാഹു താല അറിയേ. അവന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടായിരുന്നു, ഒരു അഹംഭാവം ഉണ്ടായിരുന്നു, ഞാൻ എല്ലാവരേക്കും മേലെ എന്ന് ഉള്ളൊരു അഹംഭാവം. അത് അള്ളാഹു താല തിരിച്ചറിഞ്ഞു. അപ്പൊ നമുക്ക് അത് ഉണ്ടാവാൻ പാടില്ല. അഹംഭാവം, ഒരു ദരിദ്രനെ കണ്ടാൽ ഞാൻ ധനവാനെന്നുള്ള അഹംഭാവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഒരു അവിശ്വാസിയെ കണ്ടാൽ ഞാൻ നല്ല വിശ്വാസിയാണ് എന്നുള്ള അഹംഭാവം ഉണ്ടാകാൻ പാടില്ല. എന്നാൽ അൽഹംദുലില്ലാ, അള്ളാഹു എന്നെ നീ സത്യവിശ്വാസി ആക്കിയല്ലോ എന്നുള്ള അള്ളാഹുവിനോട് നന്ദിയാണ്. അതാണ് നമുക്ക് വേണ്ടത്. കാരണം നമ്മൾ കണ്ട ആള് നാളെ വിശ്വാസി ആയിക്കൂടാ എന്നില്ലല്ലോ. അതുപോലെ അങ്ങനെ എല്ലാ കാര്യങ്ങളും, ഒരു കാര്യത്തിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അവൻ മലക്കുകളിൽ പെട്ടവനാണെന്നും ജിന്നുകളിൽ പെട്ടവനാണെന്നും അതുപോലെ പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. മണ്ണിന് ക്ഷമയും തീയിനെ കെടുത്തുവാനുള്ള കഴിവും ഉള്ളതിനാൽ തീയിനേക്കാൾ മണ്ണിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് ഗ്രഹിക്കുവാൻ കഴിവില്ലാത്ത ആളായിപ്പോയി അവന്. മണ്ണിനേക്കാൾ ശ്രേഷ്ഠത തീയിനേക്കാൾ ശ്രേഷ്ഠത മണ്ണിനാണ് എന്നുള്ള തിരിച്ചറിവ് അവനുണ്ടായില്ല. കാരണം മണ്ണ് എല്ലാത്തിനെയും ദ്രവിപ്പിച്ച് തനിക്ക് ചേർക്കുവാൻ കഴിവുള്ളൊരു സാധനമാണ്. തീ അങ്ങനെയല്ല. തീ എല്ലാത്തിനും വെണ്ണൂറാക്കി കണ്ട് കളയും, പിന്നെ ആ തീയിന്റെ നിറം അവിടെ കാണൂല. അതേ സ്ഥാനത്ത് മണ്ണിൽ നമ്മൾ എന്ത് കൊണ്ടുപോയിട്ടാലും കുറച്ചു കാലം അത് ദ്രവിച്ച് മണ്ണിലേക്ക് ചേർന്ന് കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ അത് മണ്ണിന്റെ കളർ തന്നെയായി മാറും. അങ്ങനെ അവൻ ചോദിച്ചു. എന്താ ചോദിച്ചത്? നീ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ച ആദമിന് ഞാൻ സുജൂദ് ചെയ്യുകയോ? ആദമിനെ എന്നേക്കാൾ നീ ശ്രേഷ്ഠത കൊടുക്കുവാൻ കാരണം എന്താണ്? അള്ളാഹുവിനോട് ചോദിച്ചു. അന്ത്യനാൾ വരെ എന്നെ നീ പിന്തിപ്പിച്ചാൽ ചുരുക്കം ആളുകൾ അല്ലാത്ത മറ്റെല്ലാവരെയും ഞാൻ വഴിപിഴപ്പിക്കുക തന്നെ ചെയ്യും എന്ന് അവൻ പറഞ്ഞു. നിന്റെ അടിമകളിൽ നിന്നും എനിക്ക് വഴിപ്പെടുന്ന ഒരു സംഘം ഞാൻ ആർക്കും സന്മാർഗ വഴിയെ തൊട്ട് അവരുടെ ഹൃദയത്തിൽ നിശ്ചയം ഞാൻ തെറ്റിദ്ധരിപ്പിക്കും. ആർക്കും ഞാൻ സന്മാർഗം നൽകാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് എൻ്റെ കൂടെ കൂടിയവർക്ക് ഞാൻ ചേർക്കും. അവരുടെ ഹൃദയത്തിൽ കയറി ഞാൻ അവരെ തളച്ചിടും. അവരുടെ ഹൃദയത്തിൽ ദോഷമായ പല കാര്യങ്ങളും ഞാൻ ഇട്ടുകൊടുക്കും. ദോഷമായിട്ട് പലതും തെറ്റ് ചെയ്യാൻ മാത്രമുള്ള അത് അവരുടെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ മന്ത്രിച്ചു കൊണ്ടിരിക്കും. അവരുടെ നാനാഭാഗങ്ങളിൽ കൂടിയും അവരെ കൊള്ളെ ഞാൻ ചൊല്ലും. അവരിൽ അധിക പേരെയും നിനക്ക് നന്ദി ചെയ്യുന്ന നിനക്ക് അല്ലാതെ ഞാൻ ആക്കും. നിനക്ക് നന്ദി ചെയ്യാത്തവനാക്കും ഞാൻ. നീ ഒരുപാട് അനുഗ്രഹം എനിക്ക് ചെയ്തതുപോലെ, എനിക്ക് തന്ന പോലെ ഒരുപാട് അനുഗ്രഹം നീ അവർക്ക് കൊടുക്കും. പക്ഷെ അതിനൊന്നും നന്ദി ഇല്ലാത്തവനാക്കും. എന്നെ പോലെ നന്ദി ഇല്ലാത്തവനാക്കും. ഞാൻ നന്ദി ഇല്ലാത്തവനായില്ലേ? നീ എന്നെ നന്ദി ഇല്ലാത്തവനെന്ന് വിളിച്ചില്ലേ? അപ്പൊ നന്ദി ഇല്ലാത്തവനാക്കും. ഇബ്ലീസുമായിട്ട് അള്ളാഹു താല സംസാരിച്ചു. ആ സംസാരം കഴിഞ്ഞപ്പോൾ അള്ളാഹു താല അവനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇങ്ങനെ സംസാരിച്ചപ്പോൾ അള്ളാഹു താല അവനോട് ഒരു മറുപടി പറഞ്ഞു. ഒന്നാമത്തെ ഊത്ത് വരെ നിനക്ക് താമസം ഞാൻ ചെയ്തു തരും. ഒന്നാമത്തെ ഊത്ത്, അതായത് കാഹളത്തിൽ ഒന്നാമത്തെ ഊത്ത് ഊതുന്നത് വരെ. എന്നിട്ടോ നിനക്കും നിന്നോട് കൂടെ ചേരുന്നവർക്കും പ്രതിഫലം നരകമാകുന്നു എന്നും അള്ളാഹു തആല പറഞ്ഞു. ആദമിന്റെ സന്താനങ്ങളിൽ നിന്ന് നിനക്ക് കഴിയുന്നവരെ നീ അധീനപ്പെടുത്തു, അതിനുള്ള കഴിവ് നിനക്ക് ഞാൻ തരും. ഇനി ബാക്കി അടുത്ത എപ്പിസോഡിൽ പറയാം.